തെരുവ് നായ്ക്കളെ പോലും ഇതുവരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഈ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അതേപോലെ തന്നെയാണ് ഇതും ഒരുപാട് പെരുകാനായിട്ടാണ് ഇനിയും ചാൻസ് എന്ന് തോന്നുന്നു. ആരോ പറയുന്നത് കേട്ടതാണ് ഈ കാട്ടുപന്നി കൂടുന്നതിന് കാരണം ഈ മലമ്പാമ്പും അതേപോലെ കുറുക്കന്മാരും ആണെന്ന്. അതായത് ഈ കുറുക്കന്മാര് ഞണ്ടുകളെ ഭക്ഷിക്കുമായിരുന്നു. അപ്പോൾ ഈ പെസ്റ്റിസൈഡ് ഒക്കെ അടിച്ച് ഞണ്ടുകൾ കഴിച്ചിട്ട് കുറുക്കന്മാരെ എണ്ണം ഇല്ലാതായി. അപ്പോൾ ഈ കുറുക്കന്മാരായിരുന്നു ഈ പന്നികളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ആഹാരമായിക്കൊണ്ടൊക്കെ ഇരുന്നത്. അപ്പം അതില്ലാതായി. അപ്പോൾ അതൊരു കാരണം. പിന്നെ ഉള്ളത് ഈ മലമ്പാമ്പാണ്. അപ്പം നാട്ടിലെവിടെയെങ്കിലും ഒക്കെ വരുന്ന മലമ്പാമ്പുകളെ ഇതുപോലെ ഫോറസ്റ്റുകാരിലൊക്കെ വിളിച്ചു പറഞ്ഞ് അവർ കൊണ്ടാക്കുന്നത് ഈ കാടുകളിലൊക്കെയാണ്. അപ്പം ഉൾക്കാടുകളിലല്ല, പുറത്തുള്ള കാടുകളിലാണ്, അതിന്റെ അതിർത്തിയിലൊക്കെ ആയിരിക്കും. അപ്പം ആ ഒരു സൈഡിലൊക്കെ ആയിരിക്കും ഒരുപാട് പന്നികളുടെ ആവാസ വ്യവസ്ഥ. അപ്പൊ ഈ പന്നികളെ എന്റെ കുഞ്ഞുങ്ങളെ ഒരുപാട് ഭക്ഷിക്കുമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ഇത് നാട്ടിലോട്ട് ഇറങ്ങിയതാണ് എന്നുള്ളൊരു, ഇതുപോലെ നാട്ടിലോട്ടൊക്കെ വരാനായിട്ടുള്ള ഒരു കാരണമാണ്. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ? പലയിടങ്ങളിലും ഇത് റോഡിൽ കൂടെ ഇറങ്ങി നടന്നിട്ട് ഒരുപാട് ആക്സിഡന്റുകളൊക്കെ കാരണമാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിച്ചു പോവുക. രാത്രി കുറച്ച് കാടൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ കുറച്ചധികം നമ്മൾ കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിച്ചു പോവുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. സിസ്റ്റം ഒന്നും ഇതിനു വേണ്ടി വലിയ എഫോർട്ടൊന്നും എടുക്കില്ല. കാര്യം നമ്മൾ തെരുവ് നായ്ക്കളെ പോലും ഇതുവരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഈ സിസ്റ്റത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അതേപോലെ തന്നെയാണ് ഇതും ഒരുപാട് പെരുകാനായിട്ടാണ് ഇനിയും ചാൻസ് എന്ന് തോന്നുന്നു.